യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ പ്രസിദ്ധമായ ഒരു വരിയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. യഹൂദമതത്തിൽ ഏറ്റവും ഭക്തരും ആത്മീയ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ളവരുമായ വിഭാഗങ്ങളായിരുന്നു ന്യായശാസ്ത്രിമാരും പരീശന്മാരും. അവരിൽ ഒരു ന്യായശാസ്ത്രി ഒരിക്കൽ യേശുവിനോട് ഇപ്രകാരം ചോദിച്ചു: നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? യേശു ഇപ്രകാരം മറുപടി നൽകി: ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാന കൽപ്പനയായ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒപ്പം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും വേണം. ഈ മറുപടി കേട്ട ന്യായശാസ്ത്രിയുടെ സംശയം, ആരാണ് എൻ്റെ കൂട്ടുകാരൻ എന്നതായിരുന്നു. അതിന് യേശു നൽകിയ വിശദീകരണം, എരിഹോവിലേക്കുള്ള വഴിയിൽ അക്രമികളാൽ ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ട മുറിവേറ്റ് കിടന്ന യഹൂദനെ കാണാതെ മാറിപ്പോയ ലേവ്യൻ്റെയും പുരോഹിതൻ്റെയും അയാളെ സ്വന്തം കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്ത വിജാതീയനായ ശമര്യക്കാരനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരിൽ ആരാണ് അവൻ്റെ കൂട്ടുകാരൻ എന്ന ചോദ്യമാണ് വീണ്ടും നൽകിയത്. സമാനമായ മറ്റൊരു ചോദ്യം ഒരിക്കൽ ഒരു പരീശൻ യേശുവിനോട് ചോദിച്ചു: എന്താണ് അങ്ങയുടെ ശിഷ്യന്മാർ ശബത്ത് ദിവസം വയലിൽ നിന്ന് കതിർ പറിച്ചു തിന്നുന്നത്? അത് ശബത്തിൻ്റെ ലംഘനമല്ലേ? യേശുവിൻ്റെ മറുപടി, യാഗത്തിലല്ല കരുണയിലത്രേ ദൈവം പ്രസാദിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയില്ലായിരുന്നു. ഹോശേയ പ്രവചനത്തിലൂടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞത് ഇതുതന്നെയായിരുന്നു: യാഗത്തിലല്ല ദയയിലും ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. ന്യായശാസ്ത്രിമാരെയും പരീശന്മാരെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് യേശു നടത്തിയ സുദീർഘമായൊരു പ്രഭാഷണം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. അവിടെ ഇത്തരക്കാരോടായി യേശു പറയുന്നത്, നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം എന്നിവയിൽ ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. ഏതൊരു ക്രിസ്തുഭക്തൻ്റെയും ഓർമ്മയിൽ ഈ ചിന്തകൾ കടന്നു വരുവാനിടയായ സംഭവമാണ് 42 വയസ്സ് പ്രായമുള്ള വിദ്യാസമ്പന്നയായ ഒരു വീട്ടമ്മ തൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമായി ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്തത്. ഭർത്തൃവീട്ടിലെ പീഡനം സഹിക്കാനാവാതെ കുഞ്ഞുങ്ങളുമായി സ്വന്തം വീട്ടിൽ വന്നിട്ടും ആ പാവങ്ങൾക്ക് അവിടെയും അഭയം ലഭിച്ചില്ല. അതിലേറെ പരിതാപകരം, ഈ കുടുംബങ്ങൾ തികഞ്ഞ ക്രൈസ്തവ ഭക്തി പുലർത്തിയ കുടുംബങ്ങളിൽ ആയിരുന്നു ജീവിച്ചത് എന്നതാണ്. ഏറെ നാളത്തെ ഗാർഹിക പീഡനം ഏറ്റുവാങ്ങിയ നിസ്സഹായയായ ആ സ്ത്രീ ജീവിച്ച കുടുംബത്തിൽ ഒരു പുരോഹിതനും 2 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. പുരോഹിതരായ ആ 3 പേർക്കും തങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളോട് പോലും കരുണയോ നീതിയോ കാണിക്കുവാൻ കഴിഞ്ഞില്ല. തങ്ങൾ ഉൾപ്പെട്ട് നിന്നിരുന്ന സഭയിലെ കുടുംബങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അവർക്ക് നീതി കിട്ടിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകമെങ്ങും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സുലഭമായി പണം ചെലവഴിക്കുന്ന ഈ സഭയ്ക്ക് ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായ ആ സ്ത്രീയോടും കുഞ്ഞുങ്ങളോടും കനിവ് കാണിക്കുവാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നത് പൊതുസമൂഹത്തിൻ്റെ ന്യായമായ സംശയമാണ്. പരീശഭക്തിയുടെ പൊള്ളയായ ആത്മീയത ഇവിടെ വില്ലനായി പ്രത്യക്ഷപ്പെട്ടില്ലേ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ പിന്നെ മറ്റൊന്നിനും കൊള്ളുകയില്ല എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ സ്നേഹവും കാരുണ്യവും സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിന് വെളിപ്പെടുത്തിയ അനവധി മിഷണറിമാർ മദർ തെരേസയെ പോലെ, ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ സഭയ്ക്ക് അഭിമാനമായി ഉയർത്തിക്കാണിക്കുവാനുണ്ട്. അവർ ലോകത്തിന് നൽകിയ സന്ദേശത്തെ കളങ്കപ്പെടുത്തുവാനാണ് ഈ സംഭവം ഇടയാക്കിയത്.
സഭ വെറുമൊരു സമുദായ സംഘടനയല്ല. ഇത് ഞങ്ങളുടെ കാര്യമല്ലേ, നിങ്ങൾക്കെന്തെന്ന് ചോദിക്കുവാനും കഴിയില്ല. ആത്മീയ സേവന മേഖലകളിൽ ഈ സമൂഹവുമായി ഇഴചേർന്ന് നിൽക്കുന്ന സഭയുടെ വീഴ്ചകൾ ഈ സമൂഹത്തിൻ്റേത് കൂടിയാണ്. അതുകൊണ്ട് സഭ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരേണ്ടത് അത്യാവശ്യമാണ്. എവിടെയൊക്കെ തിരുത്തലുകൾ ആവശ്യമുണ്ടെന്ന് ചിന്തിക്കണം. നിരപരാധികളായ 3 ജീവനുകൾക്ക് വില കൽപ്പിക്കുന്നുവെങ്കിൽ സഭ ചെയ്യേണ്ടത് അതാണ്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്ന് യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ കാണുന്നു. എല്ലാ സഭകളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. മേലിലൊരു സഭയിലും സമുദായത്തിലും ഷൈനിമാർ ഉണ്ടാകാൻ പാടില്ല. ഒരു വിചിന്തനം എല്ലാവരിലും ഉണ്ടാകണം. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയും?